ത്രീ ഇഡിയറ്റ്സ് സിനിമയിൽ ആമിർ ഖാൻ ചെയ്ത അത് റീമേക്ക് ചെയ്ത് തമിഴിൽ നൻപനായപ്പോൾ വിജയ് ചെയ്ത റോൾ ഈ രണ്ട് സിനിമകൾക്കും ആധാരമായ ചേതൻ ഭഗത്തിന്റെ 5 പോയിന്റ് സമ്മൺ ഉൾപ്പെടെയുള്ള സൃഷ്ടികൾക്ക് ആധാരമായ പ്രചോദനമായ ഒരു യഥാർത്ഥ മനുഷ്യൻ സോനം വാങ്ചുക് 100 Days 100 Stories Day 3. 1966 ലഡാക്കിൽ ജനിച്ച സോനം ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീനഗറിലേക്കും അവിടെ നിന്നും ഡൽഹിയിലേക്കും മാറ്റപ്പെട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തുമ്പോഴേക്കാണ് തന്റെ ഗ്രാമം നേരിടുന്ന ഒരു യഥാർത്ഥ പ്രശ്നം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ലഡാക്കി ഭാഷ സംസാരിച്ച് ശീലിച്ച കുട്ടികൾ 10th ഫൈനൽ എക്സാം ഇംഗ്ലീഷിലോ ഉറുദുവിലോ എഴുതേണ്ടി വരുമ്പോൾ ആ ഗ്രാമത്തിൽ നിന്നുള്ള 90% കുട്ടികളും പരാജയപ്പെടുകയാണ്. ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ ലഡാക്കിൽ ഒരു സ്കൂൾ തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്തൊരിടത്ത് സ്കൂൾ തുടങ്ങുന്നതിനാവശ്യമായ സാമ്പത്തിക ശേഷി അവരുടെ പക്കലുണ്ടായിരുന്നില്ല. കുട്ടികളുടെ വീടുകളിൽ നിന്നും മലമ്പ്രദേശത്ത് നിന്നും തടികൾ ശേഖരിച്ച് ടെന്റ് രൂപത്തിൽ ക്ലാസ് റൂമുകൾ കെട്ടി. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി സൗരോർജ്ജത്തെ ഉപയോഗിച്ചു. എന്നാൽ വെള്ളത്തിന് എന്താണ് ചെയ്യുക? വേനലിൽ കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്തടുത്ത് സ്കൂളിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തിക്കുക? അവിടെയാണ് ഇന്ന് 10,000-കണക്കിന് പേർക്ക് സഹായമായി മാറിയ ഐസ് സ്തൂപ എന്ന കോൺസെപ്റ്റ് പിറവികൊള്ളുന്നത്. വിന്ററിൽ അധികമായി ഒഴുകിയെത്തുന്ന വെള്ളത്തെ പ്ലാസ്റ്റിക് പൈപ്പുകളിലൂടെ മുകളിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ലഡാക്കിലെ തണുപ്പിൽ അത് തണുത്തുറഞ്ഞ് കോൺ ഷേപ്പിലാവുന്നു. സമ്മറിൽ അത് പതിയെ ഉരുകി ഇന്ന് സ്കൂളിലേക്ക് മാത്രമല്ല കൃഷിക്ക് പോലും ആവശ്യമായ ജലം ഇതിലൂടെ ലഭിക്കുന്നു. തന്റെ എഫോർട്സിന്റെ പേരിൽ മാക്സാസെ അവാർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള സോനം വാങ്ചുകിന്റെ പേരിലുള്ളത് 400-ലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് ആണ്. ഇനി 3 ഇഡിയറ്റ്സോ നൻപനോ ഒക്കെ കാണുന്ന സമയത്ത് ഓർത്തോളൂ സോനം വാങ്ചുക് എന്ന പേര്.